യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം. യോശുവ ഹായി പട്ടണം പിടിച്ചു നിർമൂലമാക്കിയെന്നും അവൻ എരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്തു എന്നും ഗിബെയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്തുവെന്നും അവരുടെ കൂട്ടത്തിലായി എന്നും യെരൂശലേം രാജാവായ അദോനീസേദെക്ക് കേട്ടപ്പോൾ, ഗിബെയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണം ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളുമായിരുന്നതുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു. ആകയാൽ യെരൂശലേം രാജാവായ അദോനീസേദെക്ക് ഹെബ്രോൻ രാജാവായ ഹോഹാമിന്റെയും യർമൂത്ത് രാജാവായ പിരാമിന്റെയും ലാഖീഷ് രാജാവായ ഹായിയുടെയും എഗ്ലോൻ രാജാവായ ദെബീരിന്റെയും അടുക്കൽ ആളയച്ചു. ഗിബെയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്തതുകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പിൻ എന്ന് പറയിച്ചു. ഇങ്ങനെ യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 അമോരി രാജാക്കന്മാരും ഒരുമിച്ചുകൂടി. അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബെയോന് നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ ഗിബെയോന്യർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളുകൾ അയച്ചു. അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോരി രാജാക്കന്മാരൊക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ യോശുവയും പടജനമൊക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. യഹോവ യോശുവയോട്, അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്നരുളി ചെയ്തു. യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു. യഹോവ അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴക്കി ഗിബെയോനിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് ബേത്ത്ഹെരോനിലേക്ക് കയറ്റം വഴിയായി അവരെ ഓടിച്ച് അസേക്ക വരെയും മക്കേദ വരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന് മുമ്പിൽ നിന്ന് ഓടി. ബേത്ത്ഹോരോൻ ഇറക്കത്തിൽ വെച്ച് അസേക്ക വരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ച് അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്കു കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പുമുണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത്. അനന്തരം യോശുവയും ഇസ്രായേലൊക്കെയും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ആ രാജാക്കന്മാർ ഏവരും ഓടി മക്കേദയിൽ ഗുഹയിൽ ചെന്നൊളിച്ചു. രാജാക്കന്മാർ ഐവരും മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി. എന്നാറേ യോശുവ ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് അവരെ കാക്കേണ്ടതിന് അവിടെ ആളയാക്കുവിൻ. നിങ്ങൾ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് അവരുടെ പിൻപടയെ സംഹരിപ്പിൻ. പട്ടണങ്ങളിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും ഇസ്രായേൽ മക്കളും അവരിലൊരു മഹാസംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു. ജനമൊക്കെയും സമാധാനത്തോടെ മക്കേദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു. ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തന്റെയും നേരെ ആരും തന്റെ നാവ് അനക്കിയതുമില്ല. പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്ന് രാജാക്കന്മാരെ ഐവരെയും ഗുഹയിൽ നിന്ന് എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിന്റെ അധിപതിമാരോട് അടുത്തുവന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പിൻ എന്ന് പറഞ്ഞു. അവർ അടുത്തുവന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ അവരോട്, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിപ്പിൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം യോശുവ അവരെ വെട്ടിക്കൊന്ന് 5 മരത്തിന്മേൽ തൂക്കി. അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പന പ്രകാരം അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവരെ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു. ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ല്
ഉരുട്ടിവെച്ചു. അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. അന്ന് യോശുവ മക്കേദ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ എരീഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മക്കേദ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രയേലൊക്കെയും മക്കേദയിൽ നിന്ന് ലിബ്നയ്ക്ക് ചെന്ന് ലിബ്നയോട് യുദ്ധം ചെയ്തു. യഹോവ അതിലെ രാജാവിനെയും ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവിടെ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. എരീഹോ രാജാവിനെയും ചെയ്തതുപോലെ അവർ അവിടുത്തെ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രയേലൊക്കെയും ലിബ്നയിൽ നിന്ന് ലാഖീഷിൽ ചെന്ന് അതിന് നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. യഹോവ ലാഖീഷിനെ ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെ 2-ാം ദിവസം പിടിച്ചു. ലിബ്നയോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അപ്പോൾ ഗേസർ രാജാവായ ഹോരാം ലാഖീഷിനെ സഹായിപ്പാൻ വന്നു. എന്നാൽ യോശുവ അവനെയും അവന്റെ ജനത്തെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു. യോശുവയും ഇസ്രയേലൊക്കെയും ലാഖീഷിൽ നിന്ന് എഗ്ലോന് ചെന്ന് അതിന്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അവർ അന്ന് തന്നെ അതിനെ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ലാഖീഷിനോട് ചെയ്തതുപോലെയൊക്കെയും അവൻ അതിലുള്ള എല്ലാവരെയും അന്ന് നിർമൂലമാക്കി. യോശുവയും ഇസ്രയേലൊക്കെയും എഗ്ലോനിൽ നിന്ന് ഹെബ്രോന് ചെന്ന് അതിന് നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു. അവൻ എഗ്ലോനോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. പിന്നെ യോശുവയും ഇസ്രയേലും തിരിഞ്ഞ് ദേബീരിന് ചെന്ന് അതിന് നേരെ യുദ്ധം ചെയ്തു. അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെ ലിബ്നയോടും അതിലെ രാജാവിനോടും ചെയ്തതുപോലെയും ദെബീരിലോടും അതിലെ രാജാവിനോടും ചെയ്തു. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തിനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. യോശുവ കാദേശ് ബർന്നയ മുതൽ ഗസ വരെയും ഗിബയോൻ വരെയും ഗോഷെൻ ദേശമൊക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്തത്. പിന്നെ യോശുവയും എല്ലാ ഇസ്രയേലും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. സദൃശ്യവാക്യങ്ങൾ 7-ാം അധ്യായം. മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. ഞാൻ എൻ്റെ വീട്ടിന്റെ കിളിവാതിക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തിനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനയായൊരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിന്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്നു. അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്നിതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വന്നു. അവൾ മോഹപരവശിയും തന്നിഷ്ടക്കാരത്തിയുമാകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുന്നില്ല. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ചു ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു, നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ കട്ടിലിന്മേൽ പരവതാനികളും മിശ്രൈമ്യ നൂൽ കൊണ്ടുള്ള വരിയൻ പടകളും വിരിച്ചിരിക്കുന്നു. മൂറും അകിലും ലവംഗവും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം, കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. പണമടശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൗർണമമാസിക്ക് വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു.
ആകയാൽ മക്കളെ, എൻ്റെ വാക്കു കേൾപ്പിൻ, എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പിൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതയിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും അരുത്. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. റോമാലേഖനം 14-ാം അധ്യായം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കും താനും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനെ ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു. അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണേ എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചും ഇരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കുമുള്ളതിന് ശ്രമിച്ചുകൊള്ളുക. ഭക്ഷണം നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായ കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ.